അപ്പോൾ കരീം ഭായ്, മമ്മാസ് അയൂർ കെയർ അല്ലേ, ഈ ഒരു മേഖലയ്ക്ക് പ്രവാസ ലോകത്തായിരുന്നു, പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു എന്ന് എനിക്കറിയാം. പിന്നെ പ്രവാസം നിർത്തിയിട്ട് ഇപ്പോൾ എത്രയായി? പ്രവാസം നിർത്തിയിട്ട് ഇപ്പം 4 വർഷം കഴിയുന്നു. ഈ ഒരു മേഖലയിലേക്ക് ആദ്യത്തെ കാൽവെപ്പ് ഈ മേലെ അറിയാലോ, പ്രവാസിയാവുമ്പോൾ നമ്മൾ നാടുമായിട്ടൊരു അന്തരീക്ഷം വളരെ കുറവായിരിക്കില്ല ഇങ്ങനത്തെ ഏതൊരു ബിസിനസ് ഫീൽഡിലും. അതെ അതെ അതെ. 35 വർഷത്തോളം ഞാൻ പ്രവാസിയായിരുന്നു. എവിടെയായിരുന്നു? സൗദി അറേബ്യ, റിയാദ് സൗദി അറേബ്യയിലായിരുന്നു 35 വർഷത്തോളം. 35 വർഷം കഴിഞ്ഞ് ഈ കൊറോണ സമയത്തുള്ള ഒരു അന്തരീക്ഷത്തിൽ അവിടുന്ന് നമ്മളൊന്ന് നാട്, അവിടുന്ന് വിസ ഫൈനൽ എക്സിറ്റിൽ പോകുന്നതല്ല, ഒരു നാട് അവിടുത്തെ ഒരു അന്തരീക്ഷം കൂടിയായിട്ട് ആ ഒരു കാലഘട്ടത്തെ കൊറോണ സമയത്തുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിൽ ഒന്ന് ലോങ് ലീവ് എടുത്ത് ഇവിടെ വന്നതാണ്. അതിൽ കൊറോണ കാലത്ത് ഇവിടെ കുടുങ്ങിപ്പോയത്. അല്ലെങ്കിൽ ഇന്നും ഞാൻ ഒരു പ്രവാസിയായിരുന്നേനെ. ഇന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആ ഒരു പ്രവാസം എന്തോ ഒരു 35 വർഷത്തിലുണ്ടാകുമ്പോ ഒരു ടച്ചപ്പ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ജീവിതത്തിലെ പ്രധാന. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ നാടും നമ്മുടെ പ്രകൃതിയും നമ്മുടെ അന്തരീക്ഷവുമായിട്ട് ഇണങ്ങി ചേർന്ന പ്രാദേശിക തലത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ആ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് നാട്ടിൽ വന്നപ്പോ ആ വിസ ക്യാൻസൽ ആയതും പിന്നെ രണ്ടാമത് പുതുക്കി പോകാനുള്ള മടിയും ഇതെല്ലാം കാണിച്ച് നമ്മള് ഇവിടെ കൂടിയപ്പോ ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങി. നമ്മുടെ ഒരു സുഹൃത്ത് വഴി തന്നെ 4 വർഷത്തോളം ഞാനിപ്പോ ഈ ഫീൽഡിലുണ്ട്. ഈ എന്താണ് നമ്മുടെ പേഴ്സണൽ കെയർ എന്നുള്ള ഈ ഫീൽഡിലുണ്ട്. അതില് മമ്മാസ് ആയുർ കെയർ തോട്ടായി കൽപ്പകഞ്ചേരി പറഞ്ഞിട്ട് ഒരു വർഷം ഇന്നലത്തേക്ക്, അതായത് ഇന്നിപ്പോ 24ആണല്ലോ, 23 ഏപ്രിൽ ഞാൻ തുടങ്ങി വെച്ച സ്ഥാപനം മമ്മാസ് ആയുർ കെയർ. അത് ഒരു പക്ഷെ നിങ്ങളിപ്പോ ഇന്നലെ അപ്പൊ അവിടെ വന്നപ്പോ അവരുടെ ഗസ്റ്റും ആ ഒരു കുഞ്ഞും 1 വയസ്സ് പൂർത്തിയാക്കിയ കുഞ്ഞും ഡോക്ടറും നമ്മളെ സ്റ്റാഫുകളൊക്കെ ഒന്നിച്ചിവിടെ ഇരുന്ന് ഒരു വിശേഷം പങ്കുവെക്കുന്ന ഒരു കാഴ്ചപ്പാടിലല്ല നിങ്ങളോട് അവർക്ക് പറയാനുള്ള അവരുടെ അനുഭവങ്ങൾ ഒരു പങ്കുവെച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായും അതാണ് നമ്മളെ ഒരു എന്താണ് തീർച്ചയായിട്ടും ഈ മമ്മാസ് ആയുർ കെയറിന്റെ ഒരു പിന്നെ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോക്ക് മുമ്പായിട്ട്. അതിലും ഒരു അധ്യാപകന് അവരായിട്ടുള്ള ഒരു സംസാരം ഞാൻ നമ്മുടെ തന്നെ സംസാരിക്കാൻ താല്പര്യപ്പെടാ ചെയ്തത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റിന്റെ ഭർത്താവായിരുന്നു. അവരൊക്കെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ഒരു കുടുംബം പോലെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ജീവിതം എന്നാ പറയുന്നത്. വൈകിട്ട് രാത്രി കാണുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് കളിയും ചിരി തമാശ ഒക്കെ ആയിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കലും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ പങ്കുവച്ചു. അപ്പൊ എന്തായാലും ഈ ഒരു മേഖല നിങ്ങൾ ആസ്വദിക്കുന്നു, ഇഷ്ടപ്പെടുന്നു? തീർച്ചയായും. കാരണം നമ്മൾ ഗസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത്തരം ലക്ഷറി വീടുകൾ അല്ലെങ്കിൽ അതും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ കൂടി കിട്ടുന്നത്, പുറത്തൊക്കെ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കും പ്രസവിച്ച് കിടക്കുന്ന ആളുകളും തന്നെ വെറും ചടഞ്ഞുകൂടി ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ മുറ്റത്ത് ഇവിടെ കാണുന്ന ഈ പ്രകൃതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാമാന്തരീക്ഷത്തോടു കൂടിയുള്ള ഈ ഒരു ഭാഗം നമ്മൾ തിരഞ്ഞെടുത്ത്. ഇനി ചോദിക്കട്ടെ, ചില ആളുകൾ ഇപ്പോൾ ഈ ടൗൺ ഏരിയയിൽ മാത്രമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തെ ഇഷ്ടപ്പെട്ടോണമെന്നില്ല, പലർക്കും പല താല്പര്യങ്ങളാണ്. അപ്പൊ മറിച്ചൊരു താല്പര്യമുള്ള ആളാണെങ്കിൽ ഒരു സിറ്റി ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ബ്രാഞ്ചുകളായിട്ട് തുടങ്ങാനുള്ള പദ്ധതികളുണ്ടോ? തീർച്ചയായും നമ്മളൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പുത്തനത്താണി തിരുനായ റൂട്ടിൽ. അത് ഏകദേശം നവംബർ ഡിസംബറോട് കൂടിയാണ് അതിങ്ങനെ കാണുന്നത്. എന്തിനും ഒരു ടൈം ഉണ്ടല്ലോ എന്നതുപോലെ നമ്മൾ പെട്ടെന്നൊരു ഇത് പറയണ്ട, പക്ഷെ എങ്കിലും നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് മാമ്പ്ര കടുങ്ങാത്തോണ്ട് ബേസ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തോട്ട് നമ്മൾ ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ വെറും ഇതുപോലുള്ള ലക്ഷറി വീട് അല്ലെങ്കിൽ വീടുകൾ എന്നതിൽ നിന്ന് മാറിക്കൊണ്ട് എല്ലാവരും ഒരേ ടൈപ്പല്ല നമ്മളെ ഗസ്റ്റുകൾ പറഞ്ഞാൽ പല ചിന്താഗതിക്കാരും പല താല്പര്യക്കാരും പല ഭാഗത്തു നിന്നുള്ളവരും നമ്മുടെ പ്രദേശത്തുള്ള മാത്രമല്ല, പല ഭാഗത്തു നിന്നുള്ളവരാണ്. അപ്പൊ ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് എങ്ങനെ ഒരുക്കി കൊടുക്കാം എന്നുള്ള ഒരു തീരാണ്. അതോടുകൂടി തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒരു 14 വീട് എന്നുള്ള നിലയിൽ ഈ ബിൽഡിംഗ് ഓണറുമായിട്ട് തന്നെ നമ്മുടെ ഒരു എന്താണ് ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഫ്യൂച്ചറിൽ നമ്മൾ അറിയിക്കും. അത്
വീടുകളായിട്ട് വീടുകളായിട്ട് 14 വീട് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ അതെ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണത്തിലാണ്. ഉം. ചർച്ച എവിടേക്കും ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ് അത്. ഓക്കെ ഭാവിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും. കാരണം നമ്മള് എപ്പോഴും നോക്കുന്നത് നമ്മുടെ പ്രദേശം അല്ലെങ്കിൽ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ആ ഗ്രാമത്തിന് അല്ലെങ്കിൽ ആ പ്രാദേശികമായിട്ടുള്ള ഭാഗത്തുനിന്ന് എന്തൊരു സംഭവം ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ജന്മനാടിനോടുള്ള ഒരു പ്രത്യേക പരിഗണന. അതെ അതെ അതെ, ആരായാലും ഉണ്ടാവുമല്ലോ ജന്മനാടിനോട്. എന്തായാലും എനിക്ക് മനസ്സിലായിടത്തോളം ഇങ്ങനെയുള്ള അന്തരീക്ഷത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും തീർച്ചയായും. കരീംഭായ്, ഇങ്ങനെ നിങ്ങളെ ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താ? ഇത് ഒരു ഗ്രാമമാണല്ലോ, ഗ്രാമീണ ആ ഒരു ഭംഗി, അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റുകൾക്ക്, നമ്മൾ ഗസ്റ്റ് എന്നുള്ളതാണ് എപ്പോഴും കാണുന്നത്, ആ ഗസ്റ്റുകൾക്ക് വേണ്ട ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഗ്രാമം, തോട്ടായി പ്രദേശം എന്ന് പറഞ്ഞത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മൾക്ക് നല്ലൊരു ലൊക്കാലിറ്റിയാണ് ഇവിടെ കിട്ടിയത്. ഈ വീട്, ഇപ്പൊ ഈ വീട് തന്നെ കണ്ടല്ലോ, നല്ലൊരു ഭംഗിയോട് കൂടിയുള്ള, അതുപോലെ തന്നെ ചുറ്റുഭാഗം നല്ല എന്താണ് പാർക്കിംഗ് അന്തരീക്ഷം, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും ഇതെല്ലാം കൂടി കിട്ടിയപ്പോൾ ഈ ഒരു ഭംഗി കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അതാണ് ഇങ്ങനെ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്രമത്തിനായിട്ട് വരുന്നത് ഒരു വിശ്രമമാണല്ലോ. പ്രസവം കഴിഞ്ഞാൽ എന്നുള്ളത് വിശ്രമമാണ്. അപ്പോൾ ആ വിശ്രമ ജീവിതത്തിൽ മാനസികവും ശാരീരികവുമായിട്ട് മനസ്സിന് 100% റിലാക്സ് കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന നിലക്ക് നിങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇതുപോലൊക്കെയുള്ള ബ്യൂട്ടി ആയിട്ട് അലങ്കരിക്കപ്പെട്ട ഒരു ലക്ഷറി രീതിയിലുള്ള ഒരു വീട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിനുള്ള കാരണം. ഓക്കെ. അപ്പോൾ അടുത്തത് ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഫുഡിങ്ങിൻ്റെ ഒരു രീതിയെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്ന ആളുകൾക്ക് അവർക്കുള്ള ഭക്ഷണങ്ങൾ പഴയ കാലങ്ങളിൽ തന്നെ ഓരോരോ സമയങ്ങൾ ഓരോന്ന് കൊടുക്കും, ചീര, എന്തൊക്കെ സംഭവങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ നിങ്ങളുടെ സ്ഥാപനത്തിലെ അവരുടെ ഭക്ഷണ രീതി എങ്ങനെയൊക്കെയാണ്? ഇവിടെ നമ്മളെ ഉള്ള ഗസ്റ്റുകൾക്ക്, അതായത് പോഷകാഹാരങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. 6 മണിക്ക് കൊടുക്കുന്നത് എന്താണ്, ഈ ജീരകം അയമോദകം ചേർത്ത വെള്ളം, അതിന്റെ കൂടെ ഉണക്ക മുന്തിരി, പിന്നെ ഈത്തപ്പഴം. ഇത് രാവിലെ വെറും വയറ്റിൽ വളരെ നമ്മളെ ശരീരഘടനയ്ക്ക് പറ്റിയ നല്ലൊരു ഇതാണ്. ഇപ്പൊ പ്രസവിച്ച് കിടക്കുന്നവർ നല്ല, അല്ലാത്തവർക്കും നല്ലതാണ് കേട്ടോ. അതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 6:30 ഒരു ഓട്സ്, മുട്ട, പഴം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് 8:30. അത് നമ്മളെ തനി നാടൻ ഫുഡാണ്. അതായത് വീടുകളിലൊക്കെ നമ്മളെ വീട്ടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ട്, കടല, ദോശ, പൂരി, ഭാജി, വെള്ളപ്പം, ഇഡ്ഡലി, ഇടിയപ്പം, അങ്ങനെ ഓരോ ദിവസം ഓരോ മെനു പ്രകാരം കൊടുക്കുന്നു. മാറി മാറി വരും. അതെ അതെ അതെ. പിന്നെ ഒരു 10:30 മരുന്ന് കഞ്ഞിയുണ്ട്. മരുന്ന് കഞ്ഞി പറയുമ്പോൾ നമ്മള് വീടുകളിലൊക്കെ പ്രസവിച്ച് എടുക്കുന്നവർ കൊടുത്തിരുന്ന പോലുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അതിൽ ജീരക്കഞ്ഞി, മുക്കടിക്കഞ്ഞി, ഉള്ളിച്ചോറ്, ഉലുവാക്കഞ്ഞി, ധാന്യക്കഞ്ഞി, ഉലുവയും ചെറുപയറും ചേർത്ത് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോ മെനുവാണ് ഓരോ ദിവസവും. അതങ്ങനെ. പിന്നെ ഉച്ചക്ക് 1 മണിക്ക് ഉച്ചഭക്ഷണം, 1-1:30. ഒന്നുള്ളത് ചിലപ്പോൾ അങ്ങോട്ടോ 10-15 മിനിറ്റ് അങ്ങോട്ടോ, 1:45 ആവും, 1:30 ആവും. ഒരു 1-1:30 ഇടക്ക് നമ്മൾ ഉച്ചഭക്ഷണം. അത് വെജിറ്റബിളും നോൺ വെജും ഉണ്ട്. ആഴ്ചയിൽ 3 ദിവസം വെജിറ്റബിൾ ഉണ്ട്, നോൺ വെജും ഉണ്ട്. അതിൽ കൊടുക്കുന്നത് നമ്മളിതാണ്. മീൻകറി, ചോറ്, ഉപ്പേരി ആവാം, വെജിറ്റബിൾ കറി, ചോറ്, ഉപ്പേരി ആവാം, സാമ്പാർ, മീൻ ഫ്രൈ, ഉപ്പേരി ആവാം. വെള്ളിയാഴ്ച ചിക്കൻ ബിരിയാണിയോ, മന്തിയോ, നെയ്ച്ചോറ്, ചിക്കൻ കറിയോ, തേങ്ങാച്ചോറ്, ബീഫ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച അതുപോലെ തന്നെ നെയ്ച്ചോറ്, ചിക്കൻ കറി ആവാം, അല്ലെങ്കിൽ ബീഫ് കറി ആവാം. ഇങ്ങനെ ഓരോ മാറ്റത്തോടു കൂടി ഇങ്ങനെ ഓരോ മെനു പ്രകാരം നമ്മൾ കൊടുക്കുക. അതിന്റെ ഒരു മെനു തന്നെ ഉണ്ട്. അപ്പൊ ആ മെനു എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റംസിനോടനുബന്ധിച്ചാണ് നമ്മൾ ഉണ്ടാക്കട്ടെ. മെനു നമ്മളൊരു ഷെഡ്യൂൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് മാത്രം. പക്ഷെ അവൈലബിലിറ്റി എങ്ങനെയാണോ അത് പ്രകാരം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. 4 മണിക്ക് ഒരു ലഘുഭക്ഷണം ഉണ്ട്. പോഷകാഹാരങ്ങളിൽപ്പെട്ട തന്നെയാണ്. ധാന്യങ്ങൾ, ചെറുപയർ, മമ്പയർ, രായി ഒരകിയത്, അല്ലെങ്കിൽ ഉപ്പുമാവ്, ഇതെല്ലാം ആ 4 മണിക്കുള്ളത്. അതും തന്നെ ഓരോ ദിവസം ഓരോ മെനു ആയിട്ട് കൊടുക്കും. പിന്നെ 6 മണിക്ക് ഒരു ഡ്രിങ്ക്സ്, അത് ക്യാരറ്റ് ജ്യൂസ് ആവാം, പേരക്ക ജ്യൂസ് ആവാം, മുന്തിരി ജ്യൂസ് ആവാം, അല്ലെങ്കിൽ ബൂസ്റ്റ് ആവാം, ഹോർലിക്സ്, എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോ മെനു പ്രകാരം തന്നെ അതും കൊടുത്തുകൊണ്ടിരിക്കുന്നു. രാത്രിയിൽ 7:30-8 മണിന്റെ ഇടക്ക്, അതായത് ഒരു ടൈം, നിശ്ചിത ടൈം പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഡിന്നറിന്റെ ടൈം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് മീൻകറി, ചോറ്, ഉപ്പേരി ആവാം, സാമ്പാർ, അല്ലെങ്കിൽ വെജിറ്റബിൾ കറി, ചോറ്, ഉപ്പേരി ആവാം, ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തിയും ഉണ്ട്. അതിനുശേഷം ഒരു ഗ്ലാസ് നാടൻ പശുപാല്. 9 സമയങ്ങളിലായിട്ട് നമ്മള് ഭക്ഷണം കൊടുക്കുന്നത്. ഇത് ഭക്ഷണ ഷെഡ്യൂളാണ്. ഇനി മരുന്നിൻ്റെതുണ്ട്. മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ആഴ്ചയിൽ ചതുപ്പ പറഞ്ഞിട്ടുള്ള ഒന്ന് കൊടുക്കുന്നുണ്ട്. അത് ആദ്യത്തെ ഒരാഴ്ചയാണ്. 8 ദിവസം മുതൽ 15 ദിവസം വരെ ഉലുവ ജ്യൂസ്, ഉലുവ
പിന്നെ ശർക്കര തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തിട്ട് ജ്യൂസാക്കി കൊടുക്കുന്നു. ഉം. അതിനുശേഷം 15 ദിവസം മുതൽ 30 ദിവസം വരെ ഉള്ളി ലേഹം, ഉള്ളി ഈത്തപ്പഴമുള്ള ലേഹം, അതിനകത്ത് വേറെ മധുരമോ വേറെ ഒന്നും ചേർക്കുന്നില്ല. ആ ലേഹത്തിന്റെ ഒറിജിനാലിറ്റി മധുരമാണ് അതിൽ കിടക്കുന്നത്. ഈ ഈത്തപ്പഴത്തിന്റെ ആ ഒരു മധുരം ഉണ്ട്. അതെ അതെ അതെ. അതിൽ വേറെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ശർക്കര മറ്റുള്ള ഒന്നും ചേർക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു ഇതാണ് കൊടുക്കുന്നത്. പിന്നെ 30 ദിവസം ആകുമ്പോൾ അല്ലെങ്കിൽ 40 ദിവസം എന്താണോ ഡിസ്ചാർജ് ആ സമയത്ത് പേറ്റ് ലേഹം കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു ലിമിറ്റഡ് ബോക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ കണ്ടമാനം എന്നുള്ളതല്ല കേട്ടോ. ഒരു ലിമിറ്റഡ് ബോട്ടിലുണ്ട്, അതിനകത്തുള്ള മരുന്ന്. അപ്പൊ അടുത്തതായി കരിമ്പായി ഏറെ ഇതിന്റെ പാക്കേജ് പണ്ടൊക്കെ ഈ 40 ദിവസം ഒക്കെയുള്ള കണക്കായിരുന്നല്ലോ വീട്ടിൽ പാർക്കാൻ ആൾക്ക് നിർത്തുമ്പോൾ. ഇപ്പൊ നിങ്ങളെ ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെ വരിക? നമ്മളിവിടെ മമ്മാസ് ആയുർ കെയറിന്റെ ഇതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 ദിവസം, 30 ദിവസം, 40 ദിവസം, 60 ദിവസം, 90 ദിവസം. ഇതില് 60ഉം 90ഉം വളരെ റയറായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും കൂടുതൽ ഒഴിച്ചില് അല്ലെങ്കിൽ നടുവേദന ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പരിഗണനയോട് കൂടി കൊടുക്കുന്നതാണ് 60ഉം 90ഉം. അധികം ആളുകളും 30 ദിവസം എന്നുള്ള ഒരു പാക്കേജാണ്. എന്താണ് 30 ദിവസം എടുക്കുന്നതാണ്? ഹോസ്പിറ്റൽ പ്രസവം കഴിഞ്ഞ് ഏതാനും ദിവസം അവിടെ കിടക്കും, ഒരു 3-4 ദിവസം, എന്നിട്ട് ഡിസ്ചാർജ് ഇവിടെ വരുന്നു. എന്നിട്ട് ഒരു 40നും വേണ്ടിയിട്ട് വീട് സെലക്ട് ചെയ്യും. അവരെ വീട്ടിൽ ഒരു പാർട്ടി നടത്തിയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് അവിടെ ഒരു പാർട്ടി നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 40 കൂടി ഇവിടുന്ന് കഴിഞ്ഞിട്ട് പോവാന്നുള്ള, അതാണ് ഈ 30 ദിവസത്തിന്റെ പാക്കേജ് ആളുകൾ സെലക്ട് ചെയ്യും. പിന്നെ 40 ദിവസം എടുക്കുന്നവരുണ്ട്. അതാ പറഞ്ഞ 20, 30, 40, 60, 90 ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള. അതിൽ നമ്മൾ റേറ്റ് പറയുമ്പോൾ 30 ദിവസത്തെ റേറ്റ് ആണ് നമ്മൾ എവിടെയും പറയാം. അത് വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകളാണ്, റൂമുകളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള റേറ്റാണ്. അതൊക്കെ അന്നേരം നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ ഈ ഗസ്റ്റുകൾ വന്ന് സംസാരിക്കുമ്പോൾ കുക്കിംഗ് ഷീറ്റും ഇതൊക്കെ നമ്മൾ ആ സമയത്താണ് നമ്മൾ കൊടുത്തിട്ട് ഏതാണോ അവർ ഇഷ്ടപ്പെടുന്നത് ആ റൂമിൽ സെലക്ട് ചെയ്ത്. ഉണ്ട്. തീർച്ചയായും ഇവിടെ ഒന്ന് നമ്മുടെ എന്താണ് അംഗനവാടി നൂറുൽ ഇസ്ലാം മദ്രസ അതിനോട് ചാരിയിട്ടുള്ള ഒരു വീട്, ഇവിടുന്ന് 2 വീടും ഇതായിട്ട് വേറൊരു വീടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള റൂമുകളാണ് അവിടുത്തെ അന്തരീക്ഷമൊക്കെ. അങ്ങനെയുള്ള വരാനുള്ള ലൊക്കേഷൻ വളരെ എളുപ്പമാണ്. കാര്യം കൽപ്പകഞ്ചേരി പുത്തനത്താണി തിരു റൂട്ടിൽ കൽപ്പകഞ്ചേരി അങ്ങാടിയിൽ നിന്നും തോട്ടായി ചിന്നമ്പടി റൂട്ടിൽ നൂറുൽ ഇസ്ലാം മദ്രസ അന്വേഷിച്ചാൽ കറക്റ്റ് ഒരു ലാൻഡ് മാർക്കാണ്. നൂറുൽ ഇസ്ലാം മദ്രസയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു വീടാണ്. അങ്ങനെ ഒരു വീട് പ്രത്യേകം പറഞ്ഞു, കാരണം ആ വീട് എന്നെ തലയുയർത്തി നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ. അപ്പോൾ ആയിക്കോട്ടെ, ഓക്കെ. പല പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. റഷ്യ പോയിട്ടുണ്ട്. അവിടെ എങ്ങനെ ഇതുപോലത്തെ ക്ലിനിക് ചെറുതായിട്ട് പിന്നെ മാറ്റങ്ങളുണ്ട്. അവിടുത്തെ രീതികളും കുറച്ച് മാറ്റങ്ങളുണ്ട്. ട്രീറ്റ്മെന്റുകളൊക്കെ ഒരുപോലെ തന്നെ. നിങ്ങളുടെ പേരെന്തായിരുന്നു? സൗദാബി. എന്റെ പേര് അസ്മാബി. കൽപ്പറ്റ, വയനാട് കൽപ്പറ്റ. ഓക്കെ. അപ്പോൾ ഈ ഒരു മേഖലയിൽ തന്നെ ഒത്തിരി കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 2016 പിന്നെ പഠിച്ചു അക്ഷയ കോളേജില്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കൽപ്പറ്റയിൽ തന്നെ ഒരു ഡോക്ടറെ കൂടെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ പല സ്ഥലങ്ങളിലും എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കയറി. കൂടുതൽ പരിചയസമ്പത്ത് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ കൂടെ പ്രവർത്തനത്തിൽ കൂടെ കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ. പഠനത്തിൽ സോളൂര് കേറിയുണ്ട് 3 മാസം. അവിടുത്തത് കർണാടകയിൽ വേറൊരു പിന്നെ രീതികളിലാണ് ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നത്. നാച്ചുറൽ പൊതി ആയുർവേദം. ഓക്കെ. അത് ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിന്റെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ റഷ്യ ഒക്കെ സന്ദർശിക്കാൻ. റഷ്യയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? വർഷങ്ങളാണോ? റഷ്യയില് 1 വർഷം. അവിടുത്തെ എക്സ്പീരിയൻസും ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം ഒക്കെ നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവില്ല? ഒരുപാട് മാറ്റങ്ങൾ. ഇനി കേരളത്തിലത്തെ ഒരു രീതിയല്ല കർണാടകയിൽ ചെല്ലുമ്പോൾ. അപ്പൊ ഓരോരോ മാറ്റങ്ങളുണ്ട്. ഈ ഒരു മേഖല ഇവിടേക്ക് വന്നിട്ട് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഏകദേശം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക? ഇവിടെ വന്നിട്ട് എന്റെ വർക്കുകളെല്ലാം ഇവിടെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതികളിലുള്ള വർക്കാണ്. എല്ലാവർക്കും പേഷ്യന്റിനൊക്കെ ഇഷ്ടപ്പെടുന്ന തേപ്പും കാര്യങ്ങളും കുളിയും എല്ലാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പിന്നെ ഞവരത്തേപ്പ് ഒക്കെ ഉണ്ട്. ഞവരത്തേപ്പ്, പിന്നെ പൊടിക്കീ, പിന്നെ
ബേസ് മസാജ്, ഹെഡ് മസാജ്, ആ ആ ആ പിന്നെ ശിരോധാരയും കൂടി ഇവിടെ ചെയ്യണം എന്നാണ് സാറ് പറഞ്ഞത്. ആ ഓ ഓ ഓ ഒക്കെ കൂടുതലായിട്ട്. അപ്പോൾ നിങ്ങളെ സാറിന് അതിന് താല്പര്യമുണ്ട്, ആ നിങ്ങൾക്കാണെങ്കിൽ അത് അറേഞ്ച് ചെയ്യാം. അറിയാം. എല്ലാ അപ്പോൾ വർക്കുകളും ആയുർവേദത്തിലുള്ള എല്ലാ വർക്കുകളും പഠിച്ചതാ. പഠിച്ചതാണ്. പിന്നെ പിന്നെ പ്രസവത്തിന്റെ എന്ന് പറഞ്ഞ ഒരു പ്രസവത്തിന്റെ ഒരു പെണ്ണിന് എന്തെല്ലാം മരുന്നുകളാണ് ഉള്ളത് ഉം. എല്ലാം പഠിച്ചതാ. ഓ ഓ ഓ പിന്നെ സുഖചികിത്സക്ക് ഉള്ളത് മരുന്നുകൾ വേറെ. നല്ല കണ്ട്. എന്തായാലും ഇപ്പോൾ അത്രയേറെ പരിചയസമ്പന്നയായ ഒരാൾ തന്നെയാണ് ഇവിടെ ആ ഉള്ളത്. കാരണം നിങ്ങൾ റഷ്യ ഒക്കെ സന്ദർശിച്ചപ്പോൾ റഷ്യയിലെ ഭാഷ വല്ലതും പഠിച്ചിരുന്നോ അവിടെ ഓ പോയപ്പോൾ? റഷ്യയിലുള്ള ഭാഷയൊക്കെ പഠിച്ച്. ആഹാ. ഒരു വർഷം കൊണ്ട് റഷ്യൻ്റെ ഓ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ അല്ലേ? തീർത്തും വ്യത്യസ്തമായ ഒരു ഭാഷയാണല്ലോ. നല്ലോണം പിന്നെ ഫസ്റ്റ് അത്യാവശ്യം ഉം. പേര് പറയാനും ഉം. പേര് ചോദിക്കാനും ഒക്കെ പഠിച്ച്. അപ്പോൾ പിന്നെ ഈ റഷ്യൻ ഭാഷയിൽ ഈ പേര് ഒരാളുടെ പേര് എങ്ങനെ ചോദിക്കാം? പിന്നെ കാക്കിവിയ സബൂത്ത്, എങ്ങനെ കാക്കിവിയ സബൂത്ത്. അങ്ങനെയാണ് എന്താ ആ നിങ്ങളെ പേര് എന്നാ? ആ നിങ്ങളെ പേര്. ആ ആ പിന്നെ അറഷോ സുഖാണോ. ആ ആ പിന്നെ പ്രഹാജിച്ചെ ബസാലുസ്ത. ആ പ്രഹാജിച്ചെ ബസാലുസ്ത എന്ന് പറഞ്ഞാല് ആ കയറിയിരിക്കൂ, ഓ കയറിയിരിക്കി. ആ ആ ആ പിന്നെ പ്രഹാജിച്ചെ എന്ന് പറഞ്ഞാല് മര്യാദ ഇല്ലാത്തൊരു ഭാഷ. ഓ ഓ ഓ സാധാ ഇംഗ്ലീഷാ കാണുമ്പോ. പക്ഷെ പിന്നെ ചെറിയ ചേഞ്ച് ഉണ്ടല്ലോ, നമ്മളൊരു ഇന്ത്യനോടൊക്കെ സാമ്യം വരുന്നവർക്കൊക്കെ ഒരു ആ വല്ലാത്തൊരു അനുഭവം. ആ അപ്പോൾ എന്തായാലും അത്രയേറെ പരിചയസമ്പന്നയായിരിക്കുന്ന ആ ഒരാളുടെ സേവനം എൻ്റെ ഗ്രാമത്തിനും കൂടെ, ഞാൻ ഈ ആ ഗ്രാമക്കാരനും കൂടിയാണ്. അപ്പോൾ ആ എൻ്റെ പ്രദേശത്തെ എൻ്റെ ഒരു പ്രിയ സുഹൃത്തും ആ ഒക്കെ ആയിരിക്കുന്ന കരീം ഖായുടെ ആ മമ്മാസ് അല്ലേ, ആ മമ്മാസ്. മമ്മാസ് അയുർ കെയർ അല്ലേ, അയുർ കെയറിൽ ഇവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സേവനം ഉണ്ട് എന്നുള്ളതാണ്. ആ ഇനി നമുക്കൊരു ഡോക്ടറും കൂടെ ഉണ്ട്, ഡോക്ടറും കൂടെ ഒരു സംസാരം കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കാനുണ്ട്. ആ ഇനിയും നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്കും ഇനിയും അറിയാനുണ്ട്. പക്ഷേ ഈ ആ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിച്ചു പോകും എന്ന നിലയ്ക്ക് ഞാൻ തൽക്കാലം ഇവിടെ ആ ഈ സംസാരം ചുരുക്കാണ്. ആ അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചതിന്, കുറച്ച് വിശദമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. ആ താങ്ക് യു. അപ്പോൾ അടുത്തതായി മമ്മാസിലെ ആദ്യത്തെ ഗസ്റ്റ്, മമ്മാസിലെ ആദ്യത്തെ കുട്ടി ഗസ്റ്റ് എന്നാണ് എന്നോട് പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങളെ ആ ആ കരീം ഭായ്. ആ ഗസ്റ്റ് എന്ന് ഞങ്ങൾ വിളിക്കാറുള്ളൂ, ഞങ്ങൾ അങ്ങനെ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം. അപ്പോൾ മമ്മാസിലെ ആദ്യത്തെ ഗസ്റ്റാണ്. എൻ്റെ ഗസ്റ്റ് പേരെന്താ? യമിൻ നൂഹ്. യമിൻ നൂഹ്. നൂഹ്. ഓ ഭയങ്കര പേരാണല്ലോ. അപ്പം എത്രയായി? ഒരു വയസ്സോ? കുട്ടിക്ക് ഒരു വയസ്സ്. ഒരു വയസ്സ് പിച്ച് വെക്കാൻ തുടങ്ങി. ആ ആ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഡോക്ടറെ സാന്നിധ്യത്തിലാണ് സംസാരം. അതെ അതെ. ഡോക്ടർ ഉണ്ടായിരുന്നല്ലേ? ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നു അല്ലേ? ഡോക്ടർ ഓക്കെ. കെയറിംഗ് ഒക്കെ ഉഷാറായിരുന്നു. കെയറിങ് ഉഷാറായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളാൾ ഇവിടുത്തെ ഫസ്റ്റ് ഗസ്റ്റ് എന്ന്? ഫസ്റ്റ് ഗസ്റ്റ് ഞങ്ങളായിരുന്നു. ഒരു വർഷത്തിന് ശേഷം ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട് ഇവിടെ. അതിന് വേണ്ടി വന്നാ? ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ തുടങ്ങിയ ഒരു വർഷം തികയുന്ന ദിവസമാണെന്ന്. അപ്പൊ ആ സന്തോഷം സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നതാണ് ഇവിടെ. അതാണെന്ന് പായസമൊക്കെ തന്നല്ലേ? പായസം മധുരമൊക്കെ തന്ന് ഇവര് കിട്ടിയിട്ടാ സ്വീകരിച്ചു പായസം? സന്തോഷത്തോടെ. ഞാൻ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നാണ്. എന്തായാലും എനിക്ക് നിങ്ങളുടെ ആ സന്തോഷത്തെ പങ്കെടുക്കാനും അതിൽ ആ മധുരം തിന്നാനും എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പൊ എന്തായാലും മമ്മാസിലെ ആദ്യത്തെ കൊച്ചുമിടുക്കനാണ് അവൻ. കൊച്ചുവിടെ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് ഡോക്ടറോട് ചെറിയൊരു കാര്യം ചോദിക്കാം. ഡോക്ടറെ, തൊട്ടടുത്ത് ഈ മമ്മാസിലെ ആദ്യത്തെ ഗസ്റ്റ് ആ കൊച്ചുമോന് ഒരു വയസ്സ് ആയപ്പോൾ അവർ സന്തോഷം പങ്കിടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അതിലൊരു പങ്കാളിയാകാൻ എനിക്കും കൂടി സാധിച്ചു. അപ്പോൾ ഈ ഒരു വേളയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ സമയത്തും. ഡോക്ടർ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയെക്കുറിച്ച്, പഴയകാല ആയുർവേദ മേഖലയിലൂടെയുള്ള കാര്യങ്ങൾ പോകുന്നത്, അപ്പോൾ പഴയ ഒരു രീതിയും ഇപ്പോഴത്തെ ഒരു രീതിയും തമ്മിൽ വല്ല വ്യത്യാസങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടോ ഡോക്ടർക്ക്? നമ്മൾ പഴയതെന്ന് പറഞ്ഞാൽ കുറെ പാരമ്പര്യമായിട്ട് പിന്തുടർന്നു പോകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതെ അതെ അതെ. നമ്മൾ കാലത്തിനനുസൃതമായിട്ട് കുറെ കാര്യങ്ങൾക്കൊക്കെ ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ പുതിയതായിട്ട്, അതായത് കുറെ കാര്യങ്ങളിൽ നമ്മളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി പഴയ കുറെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെല്ലാം അതേ പിന്തുടർന്ന് അങ്ങനെ രണ്ട് രീതിയിലും നല്ല രീതിയിലാണ് ഇവിടെ ട്രീറ്റ്മെന്റും പിന്നെ അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകളും ഒക്കെ ഭക്ഷണക്രമങ്ങളും ഒക്കെ നമ്മൾ നൽകി പോരുന്നത്. തീർച്ചയായിട്ടും. ഒരു കാര്യം, ഓൾറെഡി ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു അപ്ഡേഷൻ നമുക്ക് ആവശ്യമാണ്. കാര്യം മുമ്പത്തെ കാലത്തെ സാഹചര്യമില്ല. ഇപ്പോൾ ഒരു എൻ്റെ അറിവ് ശരിയാണ്, ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ അപ്പോൾ കാലിൻ്റെ മുട്ടിന് വേദനയായി, തേയ്മാനായി. പക്ഷേ മുൻകാലത്ത് കേൾക്കാറില്ലായിരുന്നു വല്ലാതൊന്നും. അപ്പോൾ അതൊക്കെ കാലത്തിൻ്റെ നമ്മുടെ സാഹചര്യങ്ങൾക്കോ ജീവിതശൈലിയിലൊക്കെ വരുന്ന വിഷയങ്ങൾ കാരണത്താലായിരിക്കും. അപ്പോൾ അതുപോലെ കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നർത്ഥം. ഭക്ഷണ രീതികളെക്കുറിച്ച് നിങ്ങളെ MD എന്നോട് സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡോക്ടറെ ഒരു പ്ലാനിങ് അനുസരിച്ചായിരിക്കും അല്ലേ? ട്രീറ്റ്മെന്റും മെഡിസിൻസും ഭക്ഷണങ്ങളും ഭക്ഷണ രീതികളും ഒക്കെ ഞാനും കൂടെ നോക്കിയിട്ടാണ് ഇവിടെ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ എത്ര പഴയ രീതികളൊക്കെ എത്ര മോശമാണെന്ന് പറഞ്ഞാലും
അന്ന് അതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു. അത്രത്തോളം പ്രാധാന്യം തന്നെ ഇപ്പോഴും ഉണ്ട്. കാരണം ആരോഗ്യത്തില് ഉം. നമ്മളെപ്പോഴും പാരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളും കൂടെ പിന്തുടർന്ന് പോകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ തീർച്ചയായിട്ടും അതില് കാലാനുസൃതമായുള്ള മാറ്റങ്ങളും വരുത്തുന്നത്. മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓൾറെഡി ആയുർവേദത്തിന്റെ പ്രസക്തി എന്താണെന്ന് ആരോടും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാര്യം തൊട്ടടുത്തായിരിക്കുന്ന നമ്മളെ തൊട്ടടുത്താണ് കോട്ടയ്ക്കൽ. അതെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല വേൾഡിൽ എന്താണ് അതിന്റെ കോട്ടയ്ക്കൽ എന്ന് അതെ പറയുന്ന അതെ ടൗണ് അത്രയേറെ ശ്രദ്ധിക്കപ്പെടാൻ കാരണം കോട്ടയ്ക്കൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ആര്യവൈദ്യശാലയാണ്. തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ബ്രാൻഡാണ്. ആയുർവേദമാണല്ലോ. അതെ അറബികളായാലും യൂറോപ്യൻസ് ആയാലും കണ്ടമാനം ആൾ വരുന്നു. അപ്പോൾ ആയുർവേദം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇല്ല. ഒരു ട്രീറ്റ്മെന്റ് രീതി തന്നെയാണ്. എന്തായാലും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും അതില് ട്രീറ്റ്മെന്റ് എടുക്കാനും ഒക്കെ തീർച്ചയായിട്ടും. അവർ വരുന്നത്. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടിയതുകൊണ്ടായിരിക്കണമല്ലോ. അതെ 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 അതെ. നമ്മുടെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഓരോരോ പ്രദേശത്ത് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ആരോഗ്യസ്ഥിതി നമ്മുടെ ജീവിതശൈലിയല്ല കർണാടകയിൽ ചെല്ലുമ്പോൾ. അല്ല കർണാടകയിൽ നിന്ന് അപ്പുറത്ത് മഹാരാഷ്ട്രയിൽ പോകുമ്പോൾ മറ്റൊരു രീതിയാണ്. ഇനി നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ ആ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പരമ്പരാഗത രീതികളും ഉണ്ട്. ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മളെ പരമ്പരാഗത രീതികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു തെറാപ്പിസ്റ്റായിട്ട് ഒരാളുണ്ടല്ലോ അല്ലേ? ഉണ്ട്. തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ആളുണ്ട്, കുളിപ്പിക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ട്. ആ ആ ആ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യാൻ ആൾക്കാരുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ എന്തായാലും ഇവിടെ ഉണ്ട്. എല്ലാ അതെന്തായാലും ഡോക്ടർ ജോലിക്കാരും. നിർദ്ദേശപ്രകാരമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതെ പ്ലാൻ ചെയ്യുന്നല്ലേ? എന്താ ദാണേന്ദ്ര കുഴമ്പ് അങ്ങനത്തെ പറഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിൽ 14 ദിവസം ധാന്വന്തരം ആ തൈലം വെച്ചിട്ട് ഉം മസാജിങ് ഓയിൽ മസാജ് അഭ്യംഗം എന്ന് പറയും ആയുർവേദത്തിൽ. അത് ഉം ചെയ്തു കൊടുക്കാറുണ്ട്. ഉം. പിന്നെ നമ്മൾ മഞ്ഞളെണ്ണ അതിനുശേഷം 7 ദിവസം മഞ്ഞളെണ്ണ ഈ മഞ്ഞളെണ്ണ എന്താ സ്കിന്നിന് പ്രൊട്ടക്ഷൻ ആണ് അതാണ് ഉദ്ദേശിക്കുന്നത്? പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കാരണം നമ്മുടെ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ചില പാടുകളൊക്കെ ആ ഉണ്ടാവും. അതെ അതെ അതെ. വയറിലുണ്ടാവുന്ന പാടുകൾ, പിന്നെ കഴുത്തിലുണ്ടാവുന്ന ചെറിയ പിഗ്മെന്റേഷൻസ്, ആ അതൊക്കെ മാറാനായിട്ട് നമ്മൾ മഞ്ഞളെണ്ണ അതിൽ കുറച്ച് മെഡിക്കേറ്റഡ് പൗഡറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ അത് ഓക്കെ. കൊടുക്കുന്നുണ്ട്. പിന്നെ ഫേസ് മസാജ്, ആ ഫേസ് പാക്ക്, ഹെഡ് മസാജ്, ഹെഡ് പാക്ക്, ഓ ഫുഡ് മസാജ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിഴി ആയുർവേദത്തിൽ ആ വേദനകൾക്ക് നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇലക്കിഴി. ആ ആ നമ്മൾ അതിവിടെ കൊടുക്കുന്നുണ്ട്. ഓ ഓ പിന്നെ ഓ ഞവര കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആയുർവേദത്തിൽ ഗർഭിണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെന്റുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ ടീമുണ്ട്. ഡോക്ടർ സേവനം ഒരാഴ്ചയിൽ ഒരു ദിവസമാണെന്ന് തോന്നുന്നു. ഞാനിവിടെ 5 ദിവസം കൂടുമ്പോഴാണ് വരാറുള്ളത്. ഉം. പിന്നെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിന്, അതായത് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ന്യൂ അഡ്മിഷൻസ് ഒക്കെ വരുമ്പോൾ ഞാനിവിടെ വരാറുണ്ട്. വരാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ആയിക്കോട്ടെ. ഒരല്പം നേരം ഡോക്ടർക്ക് ഒത്തിരി തിരക്കുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളത് സംസാരിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ പഴയ ആദ്യത്തെ ഗസ്റ്റ് നിങ്ങളുടെ പേരക്കുട്ടി. ഓക്കെ, ആ കുട്ടീനെ കണ്ടല്ലോ പ്രേക്ഷകർ. അപ്പോൾ ഓക്കെ, രണ്ടുപേരോടും താങ്ക് യു. ശരി, താങ്ക് യു.